29:3-21 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ റൂപ് ബസന്താണ്. നിങ്ങളുടെ മുഖത്തു നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ തന്നെ വരണം. എപ്പോഴെങ്കിലും പുതിയതായി ആരെങ്കിലും വന്നു എങ്കിൽ അവർക്ക് ബാബയുടെ തിരിച്ചറിവ് നൽകൂ. ചോദ്യം: തൻ്റെ അവസ്ഥയെ ഏകരസം ആക്കുവാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: കൂട്ടുകെട്ട് സൂക്ഷിക്കൂ, എങ്കിൽ അവസ്ഥ ഏകരസം ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും നല്ല സർവീസബിൾ സ്റ്റുഡൻറ്റിൻ്റെ കൂട്ടുകൂടണം. അഥവാ ആരെങ്കിലും ജ്ഞാനവും യോഗവുമല്ലാതെ തലകീഴായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്, മുഖത്തു നിന്നും രത്നങ്ങൾക്ക് പകരം കല്ലുകൾ പുറപ്പെടുവിക്കുന്നു എങ്കിൽ അവരുടെ കൂട്ടുകെട്ടിൽ നിന്നും എല്ലായ്പ്പോഴും സൂക്ഷിച്ചിരിക്കണം. ഗീതം: രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത്. ഓം ശാന്തി. ജ്ഞാനവും വിജ്ഞാനവും, ഇതിനെ അൽഫ് എന്നും ബേ എന്നും പറയുന്നു. ബാബ അൽഫിൻ്റെയും ബേയുടെയും ജ്ഞാനം നൽകുന്നു. ഡൽഹിയിൽ വിജ്ഞാന ഭവനുണ്ട്, എന്നാൽ അവർ അർത്ഥമൊന്നും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം ജ്ഞാനവും യോഗവും. യോഗത്തിലൂടെ നമ്മൾ പവിത്രമാകുന്നു. ജ്ഞാനത്തിലൂടെ നമ്മുടെ വസ്ത്രം നിറം പിടിക്കുന്നു. നമ്മൾ മുഴുവൻ ചക്രത്തെയും അറിയുന്നു. യോഗത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയും ഈ ജ്ഞാനം ലഭിക്കുന്നു. അവരാകട്ടെ യോഗത്തിനു വേണ്ടി ജ്ഞാനമൊന്നും നൽകുന്നില്ല. അവർ സ്ഥൂലത്തിൽ ഡ്രില്ലും മറ്റും പഠിപ്പിക്കുന്നു. ഇതാണ് സൂക്ഷ്മവും മുഖ്യവുമായ കാര്യം. ഗീതവും അതുമായി ബന്ധം വയ്ക്കുന്നുണ്ട്. ബാബ പറയുന്നു, അല്ലയോ കുട്ടികളെ, അല്ലയോ മൂലവതനത്തിലെ യാത്രക്കാര, പതീത പാവനായ ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ആ ഒന്ന് സർവർക്കും വീട്ടിലേക്ക് പോകുവാനുള്ള വഴി പറഞ്ഞു തരുന്നു. നിങ്ങളുടെ അടുക്കൽ മനുഷ്യർ വരുന്നു മനസ്സിലാക്കുവാനായി. ആരുടെ അടുക്കൽ വരുന്നു? പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരുടെ അടുക്കൽ വരുന്നു. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ആരുടെ അടുക്കൽ വന്നിരിക്കുന്നു? മനുഷ്യർ സാധു സന്യാസി മഹാത്മാക്കളുടെ അടുക്കൽ പോകുന്നു. അവർക്ക് ഇന്ന മഹാത്മാജി എന്ന നാമവും ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ നാമം പ്രജാപിത ബ്രഹ്മകുമാർ കുമാരി എന്നാണ്. ബി കേസ് അനേകമുണ്ട്. നിങ്ങൾ ചോദിക്കണം, ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്? പ്രജാപിത ബ്രഹ്മാവ് നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? ആ ആൾ സർവരുടെയും പിതാവാണല്ലോ. ചിലർ പറയുന്നു, താങ്കളുടെ മഹാത്മാജിയുടെ ഗുരുജിയുടെ ദർശനം വേണം. പറയൂ, നിങ്ങൾ ഗുരു എന്ന് എങ്ങനെ പറയുന്നു? പ്രജാപിത ബ്രഹ്മകുമാരി എന്ന നാമമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിതാവായല്ലോ, ഗുരുവല്ല. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരി എന്നാൽ തന്നെ ഇവരുടെ പിതാവായി ഒരാളുണ്ട് എന്നാണ്. അത് നിങ്ങളുടെയും പിതാവായി. പറയൂ, നമ്മൾ ബി കേസ് പിതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നു. പ്രജാപിത എന്ന നാമം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ബാബയെ അറിയുമ്പോഴാണ് പരിധിയില്ലാത്ത പിതാവാണ് എന്ന് മനസ്സിലാവുക. പ്രജാപിത ബ്രഹ്മാവിനും തീർച്ചയായും ഒരു പിതാവുണ്ടാകും. അപ്പോൾ ആര് തന്നെ വന്നാലും അവരോട് ചോദിക്കണം, ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്? ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഇത്ര അനേകം സെൻറ്റേഴ്സ് ഉണ്ട്, ബ്രഹ്മകുമാർ കുമാരിമാർ ഇത്രയുമുണ്ട്. അപ്പോൾ തീർച്ചയായും പിതാവായിരിക്കും. ഗുരു ആവുക സാധ്യമല്ല. ആദ്യമായി ഇത് ബുദ്ധിയിൽ നിന്ന് മാറ്റണം. ഇത് വീടാണ്, ഒരു ഫാമിലിയിൽ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ആയിരിക്കും. ശരി, ആ ബ്രഹ്മാവ് പിന്നെ ആരുടെ കുട്ടിയാണ്? ബ്രഹ്മ വിഷ്ണു ശങ്കറിൻ്റെ രചയിതാവ് പരംപിത പരമാത്മാ ശിവനാണ്. ആ ഒന്ന് ബിന്ദുവാണ്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. അത് നമ്മുടെ മുത്തച്ഛനാണ്.
നിങ്ങളുടെ ആത്മാവും ആ ഒന്നിൻ്റെ സന്താനമാണ്. നിങ്ങളും ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. നമ്മൾ ബാപ് ദാദയുമായി കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവരുടെ ബുദ്ധി ബാബയുടെ നേർക്ക് പോകും വിധം അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഞാൻ ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കട്ടെ. പ്രജാപിത ബ്രഹ്മാവ് നമ്മുടെ പിതാവാണ്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും ബാബയാണ്. നമ്മൾ ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കൂ. ഇങ്ങനെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് ശിവ് ബാബയുടെ സന്താനമാണ്, ഇത് ഒരു ഫാമിലിയാണ്. അവർക്ക് ബാബയുടെയും ദാദയുടെയും പരിചയമുണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു നിരാകാരനായ ബാബയാണ്. ആ ഒന്ന് പ്രജാപിത ബ്രഹ്മാവിലൂടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ആ ഒന്നിനെ സർവരും വിളിക്കുന്നു. എത്ര കുട്ടികളുണ്ട് എന്നത് കാണുന്നുണ്ടല്ലോ. അവർ വന്ന് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ആദ്യം അവർക്ക് ബാബയുടെ പരിചയം ലഭിക്കട്ടെ. അപ്പോൾ മനസ്സിലാകും നമ്മൾ ബാബ് ദാദയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് എന്ന്. നമ്മൾ ആ ഒന്നിനെ ബാബ് ദാദ എന്നാണ് പറയുന്നത് എന്ന് പറയൂ. നോളജ്ഫുൾ പതീത പാവനൻ ആ ശിവ് ബാബയാണല്ലോ. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഭഗവാൻ സർവരുടെയും സദ്ഗതി ദാതാവാണ്, നിരാകാരനാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബ്രഹ്മാവിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മകുമാർ കുമാരിമാർ ശിവ് ബാബയുടെ സന്താനങ്ങളാണ് എന്നവർ മനസ്സിലാക്കട്ടെ. ആ ഒന്ന് സർവരുടെയും ബാബയാണ്. ഭഗവാൻ ഒന്നാണ്. ആ ഒന്ന് ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. ആ ഒന്ന് സ്വർഗത്തിൻ്റെ രചയിതാവാണ്, സർവരുടെയും പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അതായത് ത്രികാലദർശിയാക്കുന്നു. ആരെ കണ്ടാലും മനസ്സിലാക്കാൻ യോഗ്യമാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദ്യം ചോദിക്കൂ, നിങ്ങൾക്ക് എത്ര പിതാവുണ്ട്? ലൗകികവും പാരലൗകികവും. പിതാവ് സർവവ്യാപിയാവുക സാധ്യമല്ല. ലൗകിക പിതാവിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കുന്നു, പാരലൗകികത്തിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കുന്നു. പിന്നെ ആ ഒന്നിനെ എങ്ങനെ സർവവ്യാപി എന്ന് പറയാൻ സാധിക്കും? ഈ വാക്ക് നോട്ട് ചെയ്ത് ധാരണ ചെയ്യൂ. ഇത് തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. മനസ്സിലാക്കിക്കുന്നവർ നിങ്ങളാണ്. ഇത് വീടാണ്. നമുക്ക് ഗുരുവില്ല. ഇതെല്ലാം കുമാരിമാരാണ് എന്നത് കാണുന്നുണ്ട്. സമ്പത്ത് നമുക്ക് നിരാകാരനായ ശിവ് ബാബയാണ് നൽകുന്നത്. അത് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ബ്രഹ്മാവിനെ സർവരുടെയും സദ്ഗതി ദാതാവ്, പതീത പാവനൻ, ലിബറേറ്റർ എന്ന് പറയുവാൻ സാധിക്കില്ല. ഇത് ശിവ് ബാബയുടെ തന്നെ മഹിമയാണ്. ആര് വന്നാലും അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇത് സർവരുടെയും ബാബ് ദാദയാണ്. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കും എങ്കിൽ പിന്നെ ബാബയുടെ അടുക്കൽ വരേണ്ട ആവശ്യം പോലും ഉണ്ടായിരിക്കില്ല. അവർക്കാണെങ്കിൽ ശീലമുണ്ടായിരിക്കുകയാണ്, ഗുരുജിയുടെ ദർശനം വേണം എന്ന് പറയും. ഭക്തിമാർഗത്തിലും ഗുരുവിൻ്റെ വളരെയധികം മഹിമ ചെയ്യുന്നു. വേദശാസ്ത്രങ്ങൾ, തീർത്ഥയാത്രകൾ എല്ലാം ഗുരു തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, മനുഷ്യന് ഗുരുവാകാൻ സാധിക്കില്ല. നമ്മൾ ബ്രഹ്മാവിനെയും ഗുരു എന്ന് പറയുന്നില്ല. സദ്ഗുരു ഒന്നാണ്. ഒരു മനുഷ്യനും ജ്ഞാനത്തിൻ്റെ സാഗരമാവുക സാധ്യമല്ല. അവരെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നവരാണ്. അതിനെ ശാസ്ത്രങ്ങളുടെ ജ്ഞാനം എന്ന് പറയുന്നു. അതിനെ ഫിലോസഫി എന്ന് പറയുന്നു. ഇവിടെ നമ്മളെ ജ്ഞാനസാഗരനായ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇത് സ്പിരിച്വൽ നോളജാണ്. ജ്ഞാനസാഗരം എന്ന് ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ പറയുവാൻ സാധിക്കില്ല. അപ്പോൾ മനുഷ്യരെ എങ്ങനെ പറയുവാൻ സാധിക്കും?
ജ്ഞാനത്തിൻ്റെ അതോറിറ്റി മനുഷ്യനാവുക സാധ്യമല്ല. ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയും പരംപിത പരമാത്മാവിനെയാണ് പറയുന്നത്. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സർവ്വവേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ബാബ പറയുന്നു, എന്നെ ആരും അറിയുന്നതേയില്ല. അപ്പോൾ സമ്പത്ത് എവിടെ നിന്നും ലഭിക്കും? പരിധിയില്ലാത്ത സമ്പത്ത് പരിധിയില്ലാത്ത ബാബയിലൂടെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ബാബ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഹോളിയും ദുരിയയും ആണല്ലോ. ജ്ഞാനവും വിജ്ഞാനവും എന്ന് കേവലം 2 വാക്കാണുള്ളത്. മന്മനാഭവയുടെയും ജ്ഞാനം നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. അപ്പോൾ ഈ ജ്ഞാനവിജ്ഞാനമാണ് ഹോളിയും ദുരിയയും. മനുഷ്യരിൽ ജ്ഞാനമില്ലാത്തത് കാരണം അന്യോന്യം മുഖത്ത് പൊടിയിടുന്നു, വർണ്ണപ്പൊടികൾ ഇടുന്നു. അങ്ങനെ തന്നെയാണ് ഗതിയും സദ്ഗതിയും ആർക്കും ഉണ്ടാകുന്നില്ല. പൊടി തന്നെയാണ് മുഖത്തിടുന്നത്. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ആർക്കും തന്നെയില്ല. കെട്ടുകഥകൾ കേൾപ്പിച്ചു വന്നിരിക്കുന്നു. അതിനെ പറയുന്നത് തന്നെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം എന്നാണ്. ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്തിൻ്റെ പ്രാപ്തിക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ അവർക്ക് അറിയാൻ കഴിയും, ഇവർ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവിലൂടെ, മറ്റാരിലൂടെയും ലഭിക്കുക സാധ്യമല്ല. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന നാമം എല്ലാ സെൻറ്റേഴ്സിലും എഴുതിയിട്ടുണ്ട്. അഥവാ ഗീതാ പാഠശാല എന്നെഴുതുകയാണെങ്കിൽ സാധാരണ കാര്യമായി പോകും. ഇപ്പോൾ നിങ്ങളും BK എന്നെഴുതൂ. അപ്പോൾ ബാബയുടെ പരിചയം നൽകുവാൻ സാധിക്കും. മനുഷ്യർ BK എന്ന നാമം കേട്ട് ഭയപ്പെടുന്നു. അതിനാൽ ഗീതാ പാഠശാല എന്ന പേര് വയ്ക്കുന്നു. പക്ഷേ ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പറയൂ, ഇത് വീടാണ്. നിങ്ങൾ ആരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എന്നറിയാമോ? ഈ എല്ലാവരുടെയും പിതാവാണ് പ്രജാപിത ബ്രഹ്മ. ഭാരതവാസികൾ പ്രജാപിത ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നു. ക്രിസ്ത്യൻസും മനസ്സിലാക്കുന്നുണ്ട് ആദി ദേവൻ ജീവിച്ചിരുന്നു എന്നും ഈ മനുഷ്യർ ആ ഒന്നിൻ്റെ വംശാവലിയാണെന്നും. ബാക്കി അവർ അംഗീകരിക്കുന്നത് തൻ്റെ ക്രൈസ്റ്റിനെ തന്നെയാണ്. ക്രൈസ്റ്റിനെയും ബുദ്ധനെയും ഫാദറായി മനസ്സിലാക്കുന്നു. വംശാവലിയാണല്ലോ. വാസ്തവത്തിൽ ബാബ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചു. അതായി ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ആദ്യം ബാബയുടെ പരിചയം നൽകണം. നമ്മൾ താങ്കളുടെ ബാബയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നവർ പറയണം. പറയൂ, സമ്പത്ത് ശിവ് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്, ബ്രഹ്മ ബാബയിൽ നിന്നല്ല. നിങ്ങളുടെ പിതാവ് ആരാണ്? ഗീതയുടെ ഭഗവാൻ ആരാണ്? ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ആരാണ് ചെയ്തത്? പിതാവ് എന്ന നാമം പറയുന്നതിലൂടെ ഈ ബ്രഹ്മകുമാർ കുമാരിമാരെല്ലാം ശിവ് ബാബയുടെ സന്താനമാണ് എന്ന് മനസ്സിലാക്കും. ഗതിയുടെയും സദ്ഗതിയുടെയും സമ്പത്ത് ലഭിക്കുന്നത് ശിവനിൽ നിന്നും ബ്രഹ്മാവിലൂടെയാണ്. ആ ഒന്ന് ഈ സമയം നമുക്ക് ജീവൻ മുക്തി നൽകിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകും. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലിരിക്കണം. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ആരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ആഗ്രഹിക്കുന്നത്? ആ ഒന്ന് നമ്മുടെയും നിങ്ങളുടെയും പിതാവാണ്. ഗുരു ഗോസായി ഒന്നുമല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹോളിയും ദുരിയയും ചെയ്യിക്കുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഹോളിക്കും ദുരിയയ്ക്കും ഒരർത്ഥവുമില്ല. ജ്ഞാനത്തിലൂടെ വസ്ത്രം നിറം പിടിപ്പിക്കുന്നു. ആത്മാവ് ഈ വസ്ത്രത്തിനുള്ളിലാണ്. അത് പവിത്രമാകുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കും. ഇതാണെങ്കിൽ പവിത്ര ശരീരമല്ല, ഇത് ഇല്ലാതാകേണ്ടതുണ്ട്. ശരീരത്തെ ഗംഗാസ്നാനം ചെയ്യിക്കുന്നു. എന്നാൽ പതീത പാവനൻ
ബാബയല്ലാതെ മറ്റാരുമല്ല. പതീതം ആത്മാവാണാകുന്നത്. അപ്പോൾ ആത്മാവ് ജലത്തിൻ്റെ സ്നാനത്തിലൂടെ പാവനമാവുക സാധ്യമല്ല. ഇതാർക്കും അറിയില്ല. അവർ പറയുന്നു ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ആത്മാവ് നിർലേപമാണ്. ഇപ്പോൾ ആരാണോ സെൻസിബിൾ ആയിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ധാരണ ചെയ്യിക്കുവാൻ സാധിക്കുന്നത്. ഏത് കുട്ടികളുടെ മുഖത്തു നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വരുന്നു അവരെ രൂപ് ബസന്ത് എന്ന് പറയുന്നു. ജ്ഞാനവിജ്ഞാനമല്ലാതെ ബാക്കി പരസ്പരം എന്തെല്ലാം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നുവോ അത് കല്ലുകൾ എറിയുന്നത് പോലെയാണ്. സർവീസിന് പകരം ഡിസ്സർവീസ് ചെയ്യുന്നു. 63 ജന്മം പരസ്പരം കല്ലെറിഞ്ഞു വന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ ജ്ഞാനവിജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിനെ സന്തോഷിപ്പിക്കണം. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല. ഇത് ജ്ഞാനമാണല്ലോ. മുഴുവൻ ലോകവും പരസ്പരം കല്ലെറിയുന്നു. കുട്ടികളായ നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങൾ ജ്ഞാനവിജ്ഞാനമല്ലാതെ മറ്റൊന്നും കേൾക്കരുത്, കേൾപ്പിക്കുകയും അരുത്. ആരാണോ തലകീഴായ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരുടെ കൂട്ട് തന്നെ മോശമാണ്. ആരാണോ വളരെയധികം സർവീസ് ചെയ്യുന്നത് അവരുടെ കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും. ചില ബ്രാഹ്മണർ രൂപ് ബസന്താണ്. ചിലർ ബ്രാഹ്മണനായ ശേഷം പിന്നെ തലകീഴായ കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂട്ട് കൂടുവാൻ പാടില്ല. കൂടുതൽ നഷ്ടമുണ്ടാക്കും. ബാബ വീണ്ടും വീണ്ടും ജാഗ്രത നൽകുന്നു. തലകീഴായ കാര്യങ്ങൾ ഒരിക്കലും പരസ്പരം പറയരുത്. ഇല്ലെങ്കിൽ തൻ്റെ തന്നെ സത്യനാശവും മറ്റുള്ളവരുടെയും സത്യനാശം, അതായത് സർവനാശവും ഉണ്ടാക്കും. പിന്നെ പദവിയും ഭ്രഷ്ടമായി പോകും. ബാബ എത്ര സഹജമായി കേൾപ്പിക്കുന്നു. താല്പര്യമുണ്ടാകണം. ബാബ നമ്മൾ പോയി വളരെ പേർക്ക് ഈ നോളജ് നൽകുന്നു. അവർ തന്നെയാണ് ബാബയുടെ സത്യമായ കുട്ടികൾ. സർവീസുകൾ കുട്ടികളുടെ മഹിമ ബാബയും ചെയ്യുന്നു. അവരുടെ കൂട്ടുകൂടണം. ആരാണ് നല്ല സ്റ്റുഡൻറ്റിൻ്റെ കൂട്ടുവെക്കുന്നത്? ബാബയോട് ചോദിക്കുകയാണെങ്കിൽ ആരുടെ കൂട്ടുകൂടണം എന്ന് പറഞ്ഞു തരാൻ സാധിക്കും. ആരാണ് ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത് അത് പെട്ടെന്ന് പറഞ്ഞു തരും. സർവീസ് ചെയ്യുന്നവരോട് ബാബയ്ക്കും റിഗാർഡുണ്ട്. ചിലർക്കാണെങ്കിൽ സർവീസ് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വളരെ പേർക്ക് മോശമായ കൂട്ടുകെട്ട് ലഭിക്കുന്നതിലൂടെ അവസ്ഥ കീഴ്മേലാകുന്നു. ചിലർ സ്ഥൂല സർവീസിൽ നല്ലതാണ്. അവരും നല്ല സമ്പത്ത് നേടുന്നു. അൽഫിനെയും ബേയിനെയും മനസ്സിലാക്കുക വളരെ സഹജമാണ്. ആരോടും കേവലം പറയൂ, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. 2 വാക്കുകളാണുള്ളത്, അൽഫും ബേയും. ഇത് തീർത്തും സഹജമാണ്. ആര് വന്നാലും അവരോട് കേവലം പറയൂ, ബാബയുടെ ആജ്ഞയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഏറ്റവും വലിയ സൽക്കാരം ഇതാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കും. ഓരോ സെൻറ്ററിലും ഇങ്ങനെ നമ്പർ വൈസാണ്. ചിലർക്കാണെങ്കിൽ ഡീറ്റെയിലായി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കേവലം ഇത് പറയൂ, കഴിഞ്ഞ കൽപ്പത്തിലും ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഓർമ്മിക്കൂ. മറ്റേതെങ്കിലും ദേഹധാരി ദേവതയോ മറ്റോ ഓർമ്മിക്കരുത്. ബാക്കി അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ, ഇന്നയാൾ ഇങ്ങനെ പറയുന്നു, ഇത് ചെയ്യുന്നു, ഇതൊന്നും ചെയ്യരുത്. ബാബ നിങ്ങളെ ഹോളിയും ദുരിയെയും കളിപ്പിച്ചു. ബാക്കി നിറം മറ്റും പതിപ്പിക്കുക ആസുരീയ മനുഷ്യരുടെ കാര്യമാണ്. ആരുടെയെങ്കിലും അപകീർത്തി ഇരുന്ന് കേൾപ്പിക്കുകയാണ് എങ്കിൽ കേൾക്കുവാൻ പാടില്ല. ബാബ എത്ര നല്ല കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. മന്മനാഭവ മധ്യാജീഭവ. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ശിവ് ബാബ സർവരുടെയും പിതാവാണ്. ആ ഒന്ന് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടും. ഗീതയുടെ ഭഗവാനും ആ ഒന്നാണ്. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ജോലിയാണ് സർവീസ് ചെയ്യുക.
ബാബയുടെ ഓർമ്മ വരുത്തുക. ഇതാണ് മഹാമന്ത്രം. അതിലൂടെ രാജധാനിയുടെ തിലകം ലഭിക്കും. എത്ര സഹജമായ കാര്യമാണ്. ബാബയെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യൂ, എങ്കിൽ തോണി അക്കരെ എത്തും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സെൻസിബിളായി സർവർക്കും ബാബയുടെ പരിചയം നൽകണം. മുഖത്ത് നിന്നും ഒരിക്കലും കല്ലുകൾ പുറപ്പെടുവിച്ച് ഡിസ്സർവീസ് ചെയ്യരുത്. ജ്ഞാനയോഗമല്ലാതെ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യരുത്. രൂപ് ബസന്തും സർവീസബിളും ആയവരുടെ മാത്രം കൂട്ടുകൂടണം. ആരാണോ തലകീഴായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത് അവരുടെ കൂട്ട് കൂടരുത്. വരദാനം: പാരതന്ത്ര്യത്തിൻ്റെ ബന്ധനം സമാപ്തമാക്കി സത്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മാസ്റ്റർ സർവശക്തിമാനായി ഭവിക്കട്ടെ. വിശ്വത്തിന് സർവശക്തികളുടെ ദാനം നൽകുവാനായി സ്വതന്ത്ര ആത്മാവാകൂ. ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യം പഴയ ദേഹത്തിൻ്റെ ഉള്ളിലെ സംബന്ധത്തിൽ നിന്നും ഉണ്ടാകണം. കാരണം ദേഹത്തിൻ്റെ പാരതന്ത്ര്യം അനേകം ബന്ധനങ്ങളിൽ ആഗ്രഹിക്കാതെ പോലും ബന്ധിക്കുന്നു. പാരതന്ത്ര്യം സദാ താഴേക്ക് കൊണ്ടുപോകുന്നു. വ്യാകുലതയുടെയും നീരസ സ്ഥിതിയുടെയും അനുഭവമുണ്ടാക്കുന്നു. അവർക്ക് ഒരു ആശ്രയവും സ്പഷ്ടമായി കാണപ്പെടുകയില്ല. ദുഃഖത്തിൻ്റെ അനുഭവമില്ല, സന്തോഷത്തിൻ്റെ അനുഭവമില്ല. ചുഴിയിൽപ്പെട്ടിരിക്കുന്നു. അതിനാൽ മാസ്റ്റർ സർവശക്തിവാനായി സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകൂ. തൻ്റെ സത്യമായ സ്വാതന്ത്ര്യ ദിവസം ആഘോഷിക്കൂ. സ്ലോഗൻ: പരമാത്മാ കൂടിക്കാഴ്ചയിൽ സർവപ്രാപ്തികളുടെയും ആഹ്ലാദം അനുഭവിച്ച് സന്തുഷ്ട ആത്മാവാകൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന
ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.